മാഗി ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടത് ഓർക്കുന്നുണ്ടോ? പക്ഷെ ഇന്ന് അതെല്ലാം മറന്ന് നമ്മൾ വീണ്ടും മാഗിയുടെ കസ്റ്റമേഴ്സ് ആയിരിക്കുന്നു. ഈ തിരിച്ചുവരവിന് പിന്നിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉയർന്ന അളവിൽ ലെഡ്, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നീ അപകടകരമായ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു എന്ന കണ്ടെത്തലാണ് മാഗിയുടെ ബാനിന് കാരണം. ഏതാണ്ട് 300 കോടിയുടെ സ്റ്റോക്ക് തിരിച്ചു വിളിക്കാനും നശിപ്പിക്കാനും ഈ ബാൻ കാരണമായി. 80% നിന്നും 0 അവരുടെ മാർക്കറ്റ് ഷെയർ കുത്തനെ ഇടുകയും ചെയ്തു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ മാഗി ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. അവർ ഏറ്റവും ആദ്യം ചെയ്തത് വി മിസ് യു ടു എന്ന ഇമോഷണൽ ലൈനിലുള്ള ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒപ്പം കസ്റ്റമേഴ്സിനെ കേൾക്കാൻ 24 അവർ ഹെൽപ്പ് ലൈൻ സജ്ജമാക്കുകയും തിരിച്ചുവരവിന് മുൻപ് സ്നാപ്ഡീലുമായി ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യുകയും ഒരു വെൽക്കം കിറ്റ് ഉണ്ടാകുകയും ചെയ്തു. 12 മാഗി പാക്കറ്റുകളും ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും ഒരു ലെറ്ററും മാഗി കലണ്ടറും അടങ്ങുന്നതായിരുന്നു ഈ കിറ്റ്. വെറും 5 മിനിറ്റ് കൊണ്ട് 60,000 കിറ്റുകളാണ് വിറ്റുപോയത്. കൂടാതെ ദിൽ കി ഡീൽ വിത്ത് മാഗി എന്ന ഹാഷ്ടാഗും ട്രെൻഡിംഗ് ആയി. ഇതോടൊപ്പം തന്നെ ആളുകളോട് അവരുടെ മാഗി മെമ്മറീസിനെ കുറിച്ച് ചോദിക്കുന്ന കോൺടെസ്റ്റും വൻ വിജയമായി. ഇന്ത്യക്കാരുടെ എൻട്രികൾ കൊണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പേജ് ആകെ നിറഞ്ഞു കവിഞ്ഞു. TV, പ്രിന്റ് മാധ്യമങ്ങളിലൂടെയും അവർ ഇതോടൊപ്പം തന്നെ പരസ്യം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കൂ, ആ ബാനിനെ കുറിച്ച് ആരും ഓർക്കുന്നു പോലുമില്ല. അതാണ് മാർക്കറ്റിംഗിന്റെ പവർ.